ഹേ ഗായ്സ്, ദിലീപിൻ്റെ പ്രശ്നത്തിൽ ഓരോരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുമായിട്ടാണ് ഓരോരോ ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇപ്പം ബാലചന്ദ്രകുമാറിൻ്റെ അടുത്ത ബന്ധുവായ ഒരാൾ അയാളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. വെച്ചാൽ അയാളിപ്പം മരണപ്പെട്ടു പോയി, പക്ഷെ മരണപ്പെട്ട ആൾക്കാരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നാണ് വെപ്പ്. പക്ഷേ ഇതിൽ നമുക്ക് ബാലചന്ദ്രകുമാറിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹമാണ് ദിലീപിൻ്റെ കേസിൽ ഫസ്റ്റ് ടൈം ഒരു ഇൻ്റർവ്യൂ, എല്ലാവർക്കും ഓരോ ഇൻ്റർവ്യൂ വെച്ച് കൊടുത്തിട്ട് ദിലീപിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ടായ ഒരു വ്യക്തി എന്ന് പറയുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ബന്ധുവും അതുപോലെ സുഹൃത്തുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ ചതിക്കുമ്പോണ്ടാവുന്ന വേദന നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. 100% അത് ദിലീപിന് ശാപം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ അവസാന കോൾ വിളിച്ച സമയത്ത് ഞാൻ ദൈവം സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അനുഭവിക്കാതെ മുന്നോട്ട് പോലും. കാരണം എന്റെ ജീവിതം തകർത്തത് പോട്ട് രണ്ട് പെമ്പിളരുടെ ജീവിതം കൂടെ പുള്ളി തകർക്കാൻ ശ്രമിക്കുകയാണ്. അതേ അവസ്ഥ ചിലപ്പോൾ ദിലീപ് സാറിന് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേ വിഷമം പുള്ളിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളി അത് അനുഭവിക്കുമ്പോൾ ആ വേദന, കാരണം അത്രത്തോളം വിശ്വസിച്ചായിരിക്കും പുള്ളി വീട്ടിനകത്തൊരു ഉൾപ്പെടുത്തി കയറ്റിയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ബിഗ് ബോക്കർ സിനിമ ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത് ചെയ്തതായിരിക്കും. എന്നോട് അന്ന് ഒരിക്കലും പറഞ്ഞൊരു ഒരുപാട് സിനിമകളൊക്കെ പൊളിഞ്ഞു നിൽക്കണോണ്ട് ഈ നാരദന് പറഞ്ഞു. അപ്പം അങ്ങനെ സിനിമ നഷ്ടപ്പെട്ടതിനോട് നമുക്ക് ഒരു പേര് ഇമേജ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം, അങ്ങനെ രീതിയിൽ പറഞ്ഞു നിർത്തി ഇരിക്കുന്നതാണ്. എൻ്റെ അടുത്ത് അവസാന നിമിഷം വരെ പുള്ളി സംസാരിച്ചു. ഞാൻ ചെന്ന് ഷൂട്ട് തുടങ്ങുന്നു, ഇപ്പൊ തുടങ്ങും, അടുത്ത ആ സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ഇഷ്യൂസിലോട്ട് എത്തുന്നത്. ഇതിപ്പം ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു പുണ്യാളനായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ ഇതൊരു അവതരിപ്പിച്ചതാണ്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെ അറിയിക്കണം. ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് നമ്മുടെ എനിക്കൊരു മുൻ ഭാര്യ ഉണ്ടായിരുന്നു. നമ്മളൊരു 5 വർഷത്തെ 3.5 വർഷം 4 വർഷത്തോളം ജീവിതം മുന്നോട്ട് പോയ ഒരു ജീവിതമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഞങ്ങളെ എന്നെ ഒരു ദിവസം ബാലു ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നു. ഈ മുൻ ഭാര്യയുടെ ആളുടെ അമ്മാവൻ എന്ന് പറഞ്ഞ് സംസാരിച്ചു. നേറ്റിങ്കര കൃഷ്ണൻകോവിലിന്റെ ഫ്രണ്ടിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളുടെ ഫാമിലി ഇഷ്യൂസിന്റെ വിഷയങ്ങൾ നമ്മൾ വളരെ വളരെ ഫ്രീ ആയിട്ട്, പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന രീതിയിൽ സംസാരിച്ച് എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും വളരെ രീതിയിൽ, അതായത് പുള്ളി ദിലീപുമായി അടുത്ത സുഹൃത്താണ്. പുള്ളി മറ്റേ നാദുഷയുടെ പുതിയ സിനിമയൊക്കെ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. ക്വിക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് എന്നോട് അന്ന് പരിചയപ്പെട്ട സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസിലെ വിഷയങ്ങളെല്ലാം പുള്ളി വളരെ നയത്തിൽ സ്നേഹത്തിൽ സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം തിരിച്ച് ഓപ്പോസിറ്റ് ചെന്ന് വളരെ നെഗറ്റീവായിട്ട്, വളരെ മോശമായിട്ട്, അത് നമ്മുടെ കല്യാണത്തിനോ മറ്റു കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും വർഷം ജീവിച്ചിടയിൽ ഒരു ദിവസം പോലും ഈ പുള്ളി അമ്മാവൻ പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇന്ന ആളാണെന്നുള്ള ഒരു ഭാവം എനിക്കറിയില്ല, അയാൾക്കും അറിയില്ല. അപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം അവർ തമ്മിൽ ഭയങ്കര ശത്രുതയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ ആട്ടും തോലിട്ട് ചെന്നതേ പോലെ കലക്കുളത്ത് മീൻ പിടിക്കാൻ പോലെ കയറി വന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത്. അപ്പൊ അതേസമയം എന്റെ വീട്ടിൽ എന്റെ റിലേറ്റീവ്സ് അനിയത്തിന്റെ വീട്ടിലൊക്കെ ചെന്ന് വളരെ മോശമായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ പറ്റി മോശമായി, വളരെ മോശമായിട്ട് ഇങ്ങനെ ഒരു പയ്യന്റെ ജീവിതം നശിപ്പിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മരുമോളെ പറ്റിയാണ് ഇത്രയും മോശമായിട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ അവിശ്വസിച്ചിട്ടില്ല. കാരണം പലപ്പോഴും ഇദ്ദേഹം വാട്സപ്പ് വഴി എന്നോട് ചോദിച്ചു, അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇതൊന്നും എനിക്ക് ഇങ്ങനെ പറയാമോ, ഇത് ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഈ വോയിസ് റെക്കോർഡെല്ലാം റെക്കോർഡ് ചെയ്ത ശേഷം തിരിച്ച് അദ്ദേഹത്തിന് ആ വോയിസ് എല്ലാം തിരിച്ച് മറ്റേ പുള്ളിക്ക് അയച്ചു കൊടുത്ത് അവരെ മാക്സിമം അതിനെ കൺവിറ്റ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് ആക്കി മാറ്റിയ ശേഷം പക്ഷെ അയാളെ പറ്റി എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിന്റെ ജീവിതം നശിക്കണം, അങ്ങനെയാണ് മറ്റൊന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചു. അതായത് താങ്കൾ മനസ്സിലാക്കുന്നത് ബാലചന്ദ്രകുമാർ ഇപ്പൊ ദിലീപ് വിഷയത്തിലും കുറെ റെക്കോർഡ്സ് ആണ് കളക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. കംപ്ലീറ്റ് കോൾ റെക്കോർഡിംഗ് ആണ്. കംപ്ലീറ്റ് കോൾ റെക്കോർഡിങ്ങും ഈ വാട്സപ്പ് സിനിമ CBI പുള്ളി ജോലിക്ക് പോണ ഒരു ക്യാരക്ടർ അല്ല. പുള്ളി ഇത് ഈ നനഞ്ഞ കോഴിപ്പോൾ നടന്ന ആൾക്കാരെ എന്നെ ഉള്ളെടുത്ത ശേഷം തിരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ ജീവിതം തകർക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അപ്പോഴും ഞാൻ പുള്ളിയെ വിശ്വസിച്ചു. പുള്ളിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ രാത്രി 2 മണി വരെ പുള്ളിയോട് ചാറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇതെല്ലാം തിരിച്ച് മറ്റേ ആളിനെ ഫോർവേഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് എനിക്ക് അയച്ചു തരുന്നു. അപ്പൊ ആ പാറ്റേണിലാണ് ഈ പുള്ളി കൺവേർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു കലക്കുള്ളത്ത് മീൻ പിടിക്കുക എന്നുള്ള ശേഷം മറ്റേ പുള്ളിക്കും ഓപ്പോസിറ്റ് നിന്ന ആളിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു.
അപ്പൊ നിലവിൽ ഇദ്ദേഹം അയാൾ എന്നെങ്ങനെയും എന്നെ കോൺടാക്ട് ചെയ്ത് ഇദ്ദേഹം അറിയും എന്നുള്ളതിൽ എന്നെ കോൺടാക്ട് ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പോൾ എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് എടുത്ത് ഇദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അത് ബ്ലോക്കാക്കി. പിന്നെ അതൊരു പ്രശ്നം വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് മോശമായി സംസാരിച്ചു. ഇപ്പൊ നമ്മൾ ഡിവോഴ്സിന്റെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോയപ്പോഴും ഈ പുള്ളി ഫുൾ ടൈം കൂടെ നിന്ന് അദ്ദേഹത്തിന് എന്നും എല്ലാം ടൈമിന്റെ മാറ്റിട്ടുണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. പക്ഷെ അദ്ദേഹം കൂടെ നിന്ന് ഈ നമ്മള് വളരെയധികം എന്നോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്ത് എന്നോട് വളരെയധികം നല്ല ഫ്രണ്ട്ഷിപ്പ് പുറത്താണ് നിൽക്കുന്ന സമയം. അപ്പോഴും കുറച്ചു കാലം പുള്ളി കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പൊ കണ്ണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തോ മധുരയിൽ പോവുകയാണ്. ആ സമയത്ത് ദിലീപ് പൈസ കൊടുത്തു എന്നൊക്കെ ദിലീപ് സംസാരിച്ചു, എൻ്റെ അടുത്ത് ചാറ്റിലൊക്കെ ഉണ്ട്, സംസാരിച്ചു, ഇത്ര രൂപ കൊടുത്തു. അതും ഈ വിഷയം നടിയുടെ വിഷയമായി സംസാരിക്കുന്ന സമയത്ത് പോലും പുള്ളിയെ പറ്റി 100 നാവാണ് പറയണത്. ഇതുപോലെ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ദിലീപിനെ കുറിച്ച് സമയത്തൊക്കെ. ദിലീപ് ലൊക്കേഷനിൽ പോകുമ്പോഴും പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോഴും പോക്കറ്റ് മണിയായിട്ട് കൊടുക്കും, എന്റെ കുടുംബം കഴിയുന്ന അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണെന്ന് പോലും പുള്ളി പറഞ്ഞു. ഞാൻ നല്ല ബാധ്യതയിലാണ്. പുള്ളി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് എന്ന് പറയും. അപ്പൊ നമ്മളെ ഡിവോഴ്സിന്റെ കാര്യം ചർച്ച ചെയ്തപ്പം ദിലീപ് പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഭായ് ഒരിക്കലും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടു നിൽക്കരുത്, അത് വലിയ പാവമാണ്, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് വളരെ അപ്പം പുള്ളി വിളിക്കുന്ന ദിലീപ് സാറാണ് അങ്ങോട്ട് തിരിച്ച് ഓപ്പോസിറ്റ്. ഇതൊക്കെ എന്നെ കൺവിൻസ് ശ്രമിക്കുകയാണ്. കാരണം ഞാൻ ദിലീപുമായിട്ട് ബന്ധമുണ്ടെന്ന് പുള്ളിനെ അറിയിക്കാൻ ശ്രമിക്കണം. പല സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക, പല കാര്യങ്ങൾ എന്നടുത്ത് ഇങ്ങനെ സംസാരിച്ചതായിട്ട് എന്തെങ്കിലും അന്നത് മീനാക്ഷിയുടെ ഗോൾഡ് എന്തോ വിൽക്കാൻ വേണ്ടിയിട്ട് എന്തോ ആ ഒരു സ്ക്രീൻഷോട്ട് എന്നെ കാണിച്ചതായിട്ട് ഓർമ്മയുണ്ട്. കാരണം കാര്യം ഡെലിവറി ചെയ്യാൻ സമയത്ത് അങ്ങനെ ബന്ധപ്പെട്ടു. അപ്പൊ അങ്ങനെ എന്നെ കൺവിൻസ് ശ്രമിച്ചാണ് ദിലീപുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതായത് ഒരു സംഭവം നടക്കുന്നത് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തെളിവുകളൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദിലീപിനെ കുരുക്കാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്നുള്ളത് 100% അത്രത്തോളം നല്ല അഭിപ്രായമാണ് എന്നോട് പുള്ളി സംസാരിച്ചിട്ടുള്ളത്. നാളിതുവരെ എന്റെ അടുത്ത് ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ അങ്ങനെ സംസാരിക്കും. കാരണം അങ്ങനെ ഫേവറേറ്റ് ചെയ്യാൻ കാരണം എന്റെ കാര്യം തന്നെ വളരെ മോശമായിട്ട് സംസാരിച്ച ശേഷം അത് നമ്മൾ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മറ്റു പുള്ളിയുമായി സംസാരിച്ച ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. പുള്ളിയും പറ്റിക്കുകയായിരുന്നു, പുള്ളിയെ ചതിക്കുകയായിരുന്നു, ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെ കാണിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ വളരെ സൗഹൃദപരമായി പിരിയാൻ വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോയവരാണ്. അതിനിടയ്ക്കാണ് ഈ പുള്ളി ചാടി വന്ന് ഇടപെടുകയും ഇദ്ദേഹത്തിനെ കൊണ്ട് ഓരോ കഥകൾ പറഞ്ഞ് പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു വലിയൊരു പശ്ചാത്തലമൊക്കെ മാറ്റിയ ശേഷം ഞാൻ ഭയങ്കര ബാധ്യതയിൽ നിൽക്കുന്നു, അല്ല അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരുപാട് കഥകൾ ഇറക്കി ചെയ്ത ഒരാളാണ് ഈ പുള്ളി. അപ്പം പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു എമൗണ്ട് വേണം, ഞാൻ എല്ലാവരും നിങ്ങൾ മേടിക്കുന്നുണ്ട്, എന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത് അതിൽ ഞാനൊരു എമൗണ്ട് അയച്ചു കൊടുത്തു. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ അന്ന് ഈ ശാന്തിവളി ദിനേശൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്ന് ആ സമയത്ത് അവരത് വാർത്തയിലൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതിപ്പോ ആരെയും സപ്പോർട്ട് ചെയ്യാനല്ല പറയുന്നത്. പക്ഷെ ബാലേന്ദ്രനെ ഒരിക്കലും ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. കാരണം അയാള് അന്നെപ്പോലൊരു മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു ഉടായ്പ അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ആൾ ലൈഫിൽ കണ്ടിട്ടുണ്ട്. കാരണം കൂടെ നിന്ന് കഴുത്തിറക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഞങ്ങൾ അയാൾക്ക് ഒരു തെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു വൈരാഗ്യ ബുദ്ധി വരാനോ, അല്ലെങ്കിൽ അയാളുടെ മുമ്പേ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ സൗഹൃദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആള് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പിന്മാറാൻ തീരുമാനം എടുത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥ ഇറക്കി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. അതുപോലെയാണ് ദിലീപിനെയും ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് വിശ്വാസം ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരിക്കലും ഇദ്ദേഹത്തിന് പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം അത് കൃത്രിമമായി സംസാരിക്കാൻ പുള്ളി അറിയാം. പുള്ളി LLB കഴിഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പണ്ട് LLB ചെയ്ത ആളാണ്. ലീഗലുമായിട്ട്, അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ ഇവര് തമ്മിൽ എന്ത് ബന്ധമുണ്ടോ എങ്ങനെയാണോ കാര്യം എനിക്കറിയില്ല. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ദിലീപും അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ദിലീപും ഈ പറയുന്ന ബാലേന്ദ്രൻ തമ്മിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാബ്രിക്കേറ്റ് ആവാനാണ് 100% ചാൻസ്. കാരണം സ്വയം അയാളുടെ കൂടെ നിന്ന് സ്നേഹം നടിച്ച് വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പൈസ തട്ടിക്കാൻ വേണ്ടി മാത്രമേ ഈ പുള്ളി ചെയ്യുള്ളൂ. കാരണം പൈസയാണ് ഇയാളുടെ ലക്ഷ്യം. ഇയാൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോൺ കടമാണ്, കേരള ഒരു കാഞ്ഞിരക്കുളം ബാങ്കിൽ എന്തോ ഇയാൾക്ക് ലോൺ ഉണ്ട്, അപ്പൊ അത് തീർക്കണം, അത് ജപ്തി ചെയ്തത് വളരെ നല്ലവനാണ് മോനെ, ഇതിനകത്ത് ഒരു ജീവിതം ഇങ്ങനെ വന്നല്ലോ എന്ന് പറയും. ഇതുപോലെ ഉടായ്പ ആ കൊച്ചിനെ പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു ലൈഫ് ഇന്നത് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സംസാരിച്ചു. ഇതിലിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ ജീവിതവും എന്റെ ഒപ്പം നിൽക്കുന്ന ആ 2 ജീവിതം കൂടെയാണ് അയാൾ തകർക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതില് എന്ത് ജെന്യൂറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മളിപ്പോ 5 വർഷമായി വിവാഹം കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായി കുടുംബമായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഇപ്പോഴും സഹകരണമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ഒരാളെ ജീവിതം തകർത്തുകൊണ്ട് അയാൾക്ക് എന്ത് ലാഭം കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് ദിലീപിന്റെ കുടുംബം
അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ ആൾക്കാർ വന്നിട്ട് വിവിധ തരത്തിലുള്ള ട്വിസ്റ്റാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല. കാരണം ആ ഒരു തരത്തിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നല്ലൊരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് അതുപോലെ CBIനെ വെച്ചിട്ടോ ഈ ഒരു കേസ് തെളിയട്ടെ, അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. കാരണം ദിവസേന ട്വിസ്റ്റാണ്. ഓരോ ആൾക്കാർ വന്ന് പറയുമ്പോൾ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.